ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്ന റെസിപ്പിയിൽ നമ്മൾ ബേക്ക് ചെയ്യാതെ ജലാറ്റിനും എഗ്ഗും ഒന്നും യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ ഡിഷ്. ചീസ് കേക്കിൻ്റെ ബേസ് ലെയർ നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് 150 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് ഇപ്പോൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബട്ടർ വേണം. ഞാനിതൊരു 400 ഗ്രാംസിൻ്റെ ബട്ടറാണ്, ഇതിൻ്റെ ഹാഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 200 ഗ്രാംസിൻ്റെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കാതെ ഇങ്ങനെ ഒരു ബൗൾ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബേസ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പൗഡറും ബട്ടറും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ല. ബട്ടറും ബിസ്ക്കറ്റ് പൗഡറും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. കേക്കിൽ കുറച്ച് മെൽറ്റഡ് ബട്ടർ വെച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് പൗഡർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ കേക്കിൽ നമ്മൾ നോ ബേക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ വേറെ എക്സ്ട്രാ പൗഡറും എഗ്ഗും ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബിസ്ക്കറ്റ് പൗഡർ കേക്ക് ട്രേയിൽ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. സെക്കൻഡ് ലെയർ ക്രീം ലെയർ ആണ്. അപ്പോൾ ഞാൻ ആദ്യം വിപ്പിംഗ് ക്രീമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഡ്രീം വിപ്പിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യാം. 1 കപ്പ് പാലും ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ക്രീം ബീറ്റ് ചെയ്തത്. ക്രീം നല്ലപോലെ ബീറ്റ് ആയതിനു ശേഷം നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്യാം. ഇത് അൺസോൾട്ടഡ് ക്രീം ചീസ് ആണ്. 170 ഗ്രാംസ് ആണ് ഈ ക്രീം ചീസ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്നും കൂടി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലേക്ക് ഈ ക്രീം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്രീം ഒഴിച്ചതിന് ശേഷം കേക്ക് ട്രേ നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇൻ കേസ് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 5 to 6 hours നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഞാനിവിടെ ചീസ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മുക്കിയെടുക്കുവാണ്. 5 to 6 hours കഴിഞ്ഞ ചീസ് കേക്കാണിത്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചീസ് കേക്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോക്ലേറ്റ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഇനി ഞാൻ കുറച്ച് M&Mൻ്റെ കുറച്ച് ചോക്ലേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ M&Mൻ്റെ ചോക്ലേറ്റ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ചോക്ലേറ്റ് ഒന്ന് സെറ്റാൻ വേണ്ടി നമുക്കൊരു 30 മിനിറ്റ്സും കൂടി ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ്സും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത ചീസ് കേക്കാണിത്. ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്യാൻ ഈസിയാണ്, പക്ഷേ ഓവറോൾ ഒരു 7 hours നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചീസ് കേക്കാണ്.